ഇന്ന് രാവിലെ പഠിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നത് നമുക്ക് ഏറ്റവും പരിചയമുള്ളതും ഏറ്റവും പ്രാധാന്യമുള്ളതായ വിഷയം വിശുദ്ധി എന്നുള്ളതിനെ കുറിച്ചാണ്. കഴിഞ്ഞ 3 ആഴ്ചകളിൽ നാം വിശ്വാസത്തെ കുറിച്ച് പഠിച്ചു. അതായിരുന്നു നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിന്റെ ആഹത്തുക. ഇന്ന് ക്രിസ്ത്യ ജീവിതം കൊണ്ട് നമുക്ക് പ്രാപിക്കാവുന്ന ഏറ്റവും വലിയ കാര്യമാണ് വിശുദ്ധി. നമ്മൾ വിശുദ്ധരായത് നമ്മുടെ പ്രവൃത്തി കൊണ്ടല്ല, അത് നമ്മുടെ പൊസിഷനാണ്. നമുക്ക് 2 വിധത്തിലുള്ള വിശുദ്ധിയാണ് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. ഒന്ന്, നമ്മെ വിശുദ്ധരായി കർത്താവ് പ്രഖ്യാപിച്ചു. നാം ഒരു കുടുംബത്തിൽ ജനിച്ചപ്പോൾ ആ വീട്ടിലെ മകനായി ജനിച്ചു. അതിന്റെ അർത്ഥം ആ വീട്ടിലുള്ള സകല അവകാശിയും അവനാകാം. അതാണ് പൊസിഷൻ, ജനിച്ചത് കൊണ്ട്. എന്നാൽ ആ അവകാശം അവന്റെ സ്വന്തമാക്കി തീർക്കുവാൻ അവൻ പക്വതയിലേക്ക് ഉയരണം. അതാണ് പ്രാക്ടിക്കൽ സൈഡിലുള്ള വിശുദ്ധി. അപ്പോൾ നാം വിശുദ്ധന്മാരാണ് ദൈവത്തിന്റെ സന്നിധാനത്തിൽ. എന്ന് വെച്ചാൽ എന്താണ്? എന്ന് വെച്ചാൽ ഈ ലോകത്തിൽ നിന്നും പാപത്തിൽ നിന്നും ദൈവത്തിന് വേണ്ടി വേർതിരിയപ്പെട്ടു. ഇതാണ് വിശുദ്ധി എന്ന് പറയുന്നത്. ഒന്നുകൂടെ ഞാൻ ഏറ്റു പറയാം. ഗ്രീക്ക് പദത്തിൽ നിന്ന് നാം മനസ്സിലാക്കുന്ന കാര്യം ഇതാണ്. വിശുദ്ധി എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ നിന്നും പാപത്തിൽ നിന്നും നമ്മെ വേർതിരിച്ച് ദൈവത്തിന് വേണ്ടി സമർപ്പിക്കണം. ഇവിടെ ഇരിക്കുന്ന ഈ കത്രിമേശ പാത്രം ഏതോ ഫാക്ടറിയിൽ ഉണ്ടാക്കിയ ഒരു പാത്രമാണ്. അത് കോമൺ ആയിരുന്നു, അത് കോമൺ മെറ്റീരിയൽ ഉപയോഗിച്ചതാണ്. എന്നാൽ നാം അത് വാങ്ങി ഈ ശുശ്രൂഷ ചെയ്തപ്പോൾ അതിനുവേണ്ടി നാം അതിനെ സെപ്പറേറ്റ് ചെയ്തു. എത്ര അത്യാവശ്യം വന്നാലും നാം ഇതിനെ കഞ്ഞി കുടിക്കാനോ അല്ലെങ്കിൽ സാധാരണ യൂസിന് വേണ്ടി എടുക്കാറില്ല. ഇതാണ് ദൈവം തമ്പുരാൻ നമ്മളെ കുറിച്ച് ചെയ്തിരിക്കുന്നത്. ദൈവസന്നിധാനത്തിൽ 2 കാറ്റഗറിയേ ഉള്ളൂ. സാധാരണ എന്ന് പറയുന്ന ഒരു കാറ്റഗറി, സാധാരണമായ സംഗതിയെ വിശുദ്ധമാക്കി തീർത്തതെ അതിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തത് കൊണ്ടാണ്, വേർതിരിച്ചത് കൊണ്ടാണ്. അപ്പോൾ നമ്മെ ദൈവം വിശുദ്ധരായി പ്രഖ്യാപിച്ചിരിക്കുന്നു. അതെങ്ങനെയാണ്? നാം സാധാരണക്കാരായിരുന്നു. ആ സാധാരണക്കാരെ ദൈവം വിശുദ്ധീകരിച്ച് ഒരു പേര് തന്നിരിക്കുന്നു, വിശുദ്ധനെന്ന്. അതുകൊണ്ട് നാം ആ വിശുദ്ധി സംരക്ഷിക്കണമെന്നാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്. അപ്പോൾ ദൈവത്തിന്റെ മുൻപിൽ 2 സാധനമേ ഉള്ളൂ, കോമൺ ആൻഡ് ഹോളി. അല്ലാതെ അതിനിടയ്ക്ക് ഒരു പരിപാടിയില്ല. കോമൺ എന്ന് പറഞ്ഞാൽ അതിന് വേറൊരു പദം കൂടെ ഉണ്ട്, പ്രൊഫൈൻ എന്ന് പറഞ്ഞാൽ ശുദ്ധിയില്ലാത്തത്. അപ്പോൾ നാം ശുദ്ധിയില്ലാത്തവരായിരുന്നു, സാധാരണക്കാരായിരുന്നു. കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ നമ്മെ ശുദ്ധീകരിച്ചു, നിർമ്മലരാക്കി. നമ്മളെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശം വലുതാണ്. അത് ഇന്ന് നാം ജനിച്ച ശേഷമുള്ള ഒരു ഉദ്ദേശമല്ല. അതിനാധാരമായി ഒരു വാക്യം നമുക്ക് വായിക്കാം. നമ്മെ വിളിച്ചതേ നിഷ്കളങ്കരായി വിശുദ്ധരായി നാം ദൈവസന്നിധാനത്തിൽ ജീവിക്കുവാനായിട്ടാണ്. എഫെസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ അത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ലോക സ്ഥാപനത്തിനു മുൻപേ ദൈവം നമ്മെ എന്തോ ചെയ്തു? തെരഞ്ഞെടുത്തു. തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ആരുടെയും ഉദ്ദേശത്തിൽ നടക്കുന്ന ഒരു കാര്യമല്ല. നമുക്കറിയാം, ഈ പഴയ കാലത്ത് രാജ്ഞിമാർക്ക് അല്ലെങ്കിൽ രാജകുമാരിമാർക്ക് വലിയൊരു പ്രിവിലേജ് ഉള്ള ഇന്ത്യൻ ഹിസ്റ്ററി പറയുന്നുണ്ട്. സ്വയംവരം എന്നാണ് പറയുന്നത്. അവിടെയുള്ളതായ യൗവനക്കാരായ എല്ലാ പ്രിൻസസും കടന്നു വരും, അവരുടെ മുമ്പിൽ നിരന്ന് നിൽക്കും. ഈ പെൺകുട്ടിക്ക് ഇഷ്ടമുള്ള ഒരാളെ മാത്രമേ തെരഞ്ഞെടുക്കൂ. അതൊരു കാലത്ത് ഇന്ത്യയിൽ നടന്നതാണ്. എന്നാൽ കാലഘട്ടം കഴിഞ്ഞപ്പോൾ അത് പുരുഷന്മാരുടെ സ്വാതന്ത്ര്യമായി മാറി. ഇപ്പോൾ നാം ഇവിടെ നിന്ന് പോയി പെൺകുട്ടികളെ കാണാൻ തുടങ്ങി. അനേക പെൺകുട്ടികൾ എന്തോ ചെയ്യും? ഒരു കാപ്പിയും ഒരുക്കി അവര് നമ്മുടെ മുമ്പിൽ വന്ന് നടന്ന് അവരുടെ ഭംഗി അല്ലെങ്കിൽ അവരുടെ ഇടപാട്, അവരുടെ സ്വഭാവം വ്യക്തമാക്കുന്ന രീതിയിൽ അവർ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടും. നമുക്ക് ഇഷ്ടമുള്ള ഒരാളെ നമുക്ക് ചെയ്യുന്നു, തെരഞ്ഞെടുക്കുന്നു. അപ്പോൾ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് തന്നെ ഒരു പ്രിവിലേജാണ്. അപ്പോൾ ദൈവം തമ്പുരാൻ നമ്മെ തെരഞ്ഞെടുത്തു എന്ന് പറയുമ്പോൾ അത് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നാം സാധാരണക്കാരായിരുന്ന നമ്മെ ദൈവത്തോടൊപ്പമായിരിക്കാൻ തക്കവണ്ണം തെരഞ്ഞെടുത്തു. എന്തിനാണ്? അവിടെ വായിച്ച് എഫെസ്യ ലേഖനം 1-ാം അധ്യായത്തിന് 3-ാം വാക്യം. സ്വർഗ്ഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും പിതാവായ വാഴ്ത്തപ്പെട്ടത്. നാം ദൈവസന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോക സ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും
ദൈവം നമ്മെ ലോകസ്ഥാപനത്തിന് മുൻപേ യേശു ക്രിസ്തുവിൽ തെരഞ്ഞെടുത്തു. എന്തൊരു പദവിയാണ്! ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഏതോ ഫാക്ടറിയിൽ ഉണ്ടാക്കിയ ഈ പാത്രം, സാധാരണയായിരുന്ന പാത്രം, അത് ഒരു വലിയ പർപ്പസിന് വേണ്ടി നാം അതിനെ അവിടെ നിന്ന് എടുത്ത് ഇവിടേക്ക് മാറ്റി സെപ്പറേറ്റ് ചെയ്തു. ഈ സെപ്പറേറ്റ് ചെയ്ത സാധനത്തെ ഒരു കാലത്തും ഉപേക്ഷിക്കാതെ നാം എന്തോ ചെയ്യുന്നു? ഒരു പാവനമായ ഒരു സ്ഥാനം കൊടുത്ത് അതിനെ സൂക്ഷിക്കുന്നു. അപ്പോൾ ഇന്നു മുതൽ ഈ കർത്തൃമേശയുടെ പാത്രം ആരെങ്കിലും നിന്ദ്യമായി വിചാരിച്ചാൽ അവന്റെ ജീവിതത്തിൽ അവൻ കർത്താവിനോടുള്ള ഒരു ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് അവരും ചിന്തിക്കുന്നത്, ഓരോന്നും ചെയ്യുന്നത്. നമുക്കറിയാം, പഴയ നിയമത്തിൽ ദൈവമായ കർത്താവ് ഇസ്രായേൽ മക്കൾക്ക് നല്ല നിയമങ്ങൾ കൊടുത്തു. അവർ ആ നിയമമൊക്കെ തെറ്റിച്ചു. അപ്പോൾ ദേവാലയം എന്ന് പറയുന്ന സ്ഥലത്ത് 3 സ്ഥലം ഉണ്ടായിരുന്നു. ഒന്ന് സാധാരണക്കാരൻ നിൽക്കുന്നത്, 2 പുരോഹിതന്മാർ നിൽക്കുന്നത്. ഒരിക്കൽ മാത്രം ദൈവസാന്നിധ്യം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ആ അതിവിശുദ്ധ സ്ഥലത്തെ മഹാപുരോഹിതൻ ഒരിക്കൽ മാത്രം കയറുന്ന അതിവിശുദ്ധ സ്ഥലം. പക്ഷെ അവിടെ ജാതികൾ കയറി. എപ്പോഴാണെന്നറിയാമോ? ദൈവ സാന്നിധ്യം നഷ്ടപ്പെട്ടു പോയപ്പോ. പക്ഷെ അവിടെ നിന്നുള്ള പാത്രങ്ങളൊക്കെ എടുത്തുകൊണ്ടുപോയി നെബൂഖദ്നേസർ തന്റെ ദേവാലയത്തിൽ വെച്ചു. അവന്റെ അറിവുകൾ കൊണ്ട് ദൈവം അവനെ ഒന്നും ശിക്ഷിച്ചില്ല, കാരണം ദൈവം അവനെ ഉപയോഗിച്ചതാണ്. എന്നാൽ പർപ്പസിലി ഒരു ദൈവം ഉണ്ട് എന്നും ദൈവത്തിന്റെ ആലയത്തിൽ ഇരുന്ന പാത്രമാണെന്നും അറിയാവുന്ന ബെൽശസ്സർ കടന്നു വന്നേ ആ പാത്രത്തെ മിസ്യൂസ് ചെയ്തപ്പോൾ ദൈവം പറഞ്ഞു, ഇനഫ് ഈസ് ഇനഫ്. ഒരു വിരൽ വന്നിട്ട് അവിടെ എഴുതി, ഞാൻ നിന്നെ തൂക്കി കുറവുള്ളവനായി കണ്ടിരിക്കുന്നു, ഞാൻ നിന്നെ വിഭാഗിക്കും, നിന്റെ രാജ്യം എന്ത് ചെയ്യും? മേദ്യർക്കും പാർസ്യർക്കും അത് വിഭാഗിച്ചു കൊടുക്കും. അപ്പോൾ ദൈവത്തിന്റെ സന്നിധാനത്തിൽ ദൈവത്തെ കുറിച്ച് അറിയാവുന്ന ജനം തെറ്റ് ചെയ്തപ്പോൾ അതിന്റെ ഫലം അവരനുഭവിച്ചു. ഇനി മറുരാജ്യത്തിൽ ചെന്നപ്പോൾ ആ ദൈവത്തെ കുറിച്ച് നെബൂഖദ്നേസറിനും തന്റെ മകനും ഇതൊക്കെ മനസ്സിലാക്കി കൊടുത്ത ദൈവം ഈ ബെൽശസ്സറിന്റെ ജീവിതത്തിൽ അവൻ അറിഞ്ഞു എന്നുള്ള ഒറ്റ കാരണത്താൽ വലിയ ശിക്ഷ അവന് കൊടുത്തു. കാരണം അവൻ വിശുദ്ധമായി കരുതിയിരുന്നതിനെ എന്തോ ചെയ്തു? അശുദ്ധമാക്കി അവൻ ഗണ്യമാക്കാതെ ഉപയോഗിച്ചു. അതിന്റെ പ്രാധാന്യം ഗണ്യമാക്കാതെ അവൻ അതിനെ ഉപയോഗിച്ചു. അതുകൊണ്ട് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് എന്തിനാണ്? വിശുദ്ധരും നിഷ്കളങ്കരുമാകുവാൻ. എന്താണ് ഈ വിശുദ്ധി എന്നാണ് ഇന്ന് നമ്മൾ പഠിക്കുവാൻ പോകുന്നത്. നമുക്ക് അതിന് ഏറ്റവും യോജിച്ച ഒരു വാക്യം പത്രോസിന്റെ 1-ാം ലേഖനം 1-ാം അധ്യായത്തിന്റെ 13 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ പത്രോസ് പറയുന്നുണ്ട്. അവിടെ വളരെ ശക്തമായ രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്, ഞാൻ വിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങളും വിശുദ്ധരായിരിക്കണം. അപ്പോൾ നമ്മുടെ എല്ലാത്തിന്റെ അടിസ്ഥാനം നമ്മുടെ ദൈവമാണ്, നമ്മുടെ കർത്താവാണ്, നമ്മളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവാണ്. അപ്പോൾ നമ്മൾക്ക് എന്തെങ്കിലും ക്ലെയിം ചെയ്യുവാനുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ ആ പരിശുദ്ധിയുടെ അടിസ്ഥാനത്തിലാണ് എല്ലാ നമ്മളുടെ അവകാശങ്ങളും. ഒന്ന് വായിച്ചേ 13 മുതൽ. ആകയാൽ നിങ്ങളുടെ മനസ്സുറപ്പിച്ച് നിർമ്മതരായി യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയെങ്കിൽ നിങ്ങൾക്ക് വരുവാനുള്ള കൃപയിൽ പൂർണ്ണ പ്രത്യാശ വെച്ചുകൊണ്ട് പണ്ട് നിങ്ങളുടെ അജ്ഞാന കാലത്തുണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ നിങ്ങളെ വിളിച്ച വിശുദ്ധന് ഒത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകും. ഓക്കേ, വളരെ ശക്തമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. നാം എന്തോ ചെയ്യണം? നമ്മുടെ മനസ്സിനെ നാം എന്തോ ചെയ്യണം? നിയന്ത്രിക്കണം. നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാത്തത്തോളം കാലം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുകയില്ല? വിശുദ്ധി ഉണ്ടാക്കാൻ പറ്റുകയില്ല. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്നാ, therefore prepare your minds എന്നാ പറഞ്ഞിരിക്കുന്നത്. പിന്നെ പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ മോഹങ്ങൾ അതെല്ലാം ഉണ്ടാകുന്നത് നമ്മുടെ ഹൃദയത്തിൽ. നമുക്കറിയാം, മനുഷ്യ ജീവിതത്തിൽ 2 ഭാഗമായിട്ടാണ് നാം സാധാരണ ചിന്തിക്കുന്നത്. ഒന്ന് വിൽ, നമ്മുടെ ഈ തീരുമാന ശക്തി, അതാണ് മനസ്സ്. ഏത് പേഴ്സണാലിറ്റിയിലും 2-3 കാര്യമുണ്ടെന്നാണ് പറയുന്നത്. എന്തൊക്കെയാ? ഒന്നത് വില്ല, 2 ഇച്ഛയാണ്. അപ്പോൾ ഇത് 2മാണ് നമ്മുടെ ജീവിതത്തിൽ പ്രാധാന്യമുള്ളവ. ഒന്ന് നമ്മുടെ ആഗ്രഹങ്ങൾ, മോഹങ്ങൾ, താല്പര്യങ്ങൾ, അത് നാം ഹൃദയമായിട്ടാണ് കണക്കാക്കുന്നത്. 2 നമ്മുടെ തീരുമാനങ്ങൾ, നമ്മളുടെ എല്ലാ ചിന്തകളും, അത് നമ്മുടെ മനസ്സായിട്ടാണ് പറയുന്നത്. ഇവിടെ ഈ 2നെയും നിയന്ത്രിക്കാനാണ് പറഞ്ഞത്. ഇതിനെ നിയന്ത്രിച്ചാൽ മാത്രമേ നമ്മെ വിളിച്ച വിശുദ്ധനായി ദൈവത്തിനൊത്തവണ്ണം നമുക്ക് വിശുദ്ധിയിൽ ജീവിക്കുവാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ സാധ്യമല്ല. അപ്പോൾ എങ്ങനെയാണ് ഇത് സാധിക്കുന്നത്? ഇത് സാധിക്കുമോ? നമ്മളെ കൊണ്ട് കഴിയുമോ? നമ്മൾ വീശിയെടുത്താൽ വിശുദ്ധരാകുമോ?
നമ്മളെ ഏതെങ്കിലും പുറത്തുള്ള കാര്യങ്ങൾ മുടി മുറിച്ചാൽ, അല്ലെങ്കിൽ തലയിൽ കവറിങ് എടുത്തു കളഞ്ഞാൽ അശുദ്ധരാകുമോ? അതൊക്കെ അതിന്റെ ഫലമാണ്. അതെന്തല്ല? വിശുദ്ധിയല്ല. എന്തെങ്കിലും നാം ദൈവത്തിന് വേണ്ടി ദൈവത്തെ മാനിച്ച് ചെയ്താൽ അതാണ് പ്രാധാന്യം. അത് ഉള്ളിൽ നിന്ന് കടന്നു വരണം. ഇത് ഇൻസൈഡ് ഔട്ടാണ്. പറഞ്ഞ മനസ്സിലായോ? നമ്മൾ ഔട്ട്സൈഡിനെ ക്ലീൻ ആക്കിയാൽ ഉള്ളു ക്ലീൻ ആകണമെന്നില്ല. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, കപടഭക്തന്മാരെ, നിങ്ങൾ കിണ്ടിയുടെയും കിണ്ണത്തിന്റെയും പുറം കഴുകുന്നത് പോലെ തന്നെ എന്തോ ചെയ്യണം? അകം ആദ്യം ശുദ്ധീകരിക്കും. അകം ശുദ്ധീകരിക്കാതെ പുറം ക്ലീൻ ആക്കിയത് കൊണ്ട് വലിയ കാര്യമൊന്നും നേടാനില്ല. അതാണ് യേശു ക്രിസ്തു വളരെ ശക്തമായി പറഞ്ഞത്. ഇവിടെ പത്രോസ് പറയാണ്, നിങ്ങളുടെ മനസ്സിനെ എന്തോ ചെയ്യണം? പിടിച്ചടക്കണം. മനസ്സിനെ പിടിച്ചടക്കണം. പിന്നെ എന്തോ ചെയ്യണം? മോഹത്തെ കൺട്രോൾ ചെയ്യണം. ഇത് രണ്ടും ചെയ്യണമെങ്കിൽ മാനുഷികമായി ഇത് സാധ്യമല്ല. മാനുഷികമായി ഇത് സാധ്യമല്ലാത്തതിനാൽ നമ്മൾ എത്ര പ്രവർത്തിച്ചാലും ഇത് കഴിയുകയില്ല. അതിനുവേണ്ടിയാണ് റോമാലേഖനത്തിൽ ദൈവത്തിന്റെ ആത്മാവ് പൗലോസിൽ കൂടെ പറയുന്നത്, നിങ്ങളുടെ മനസ്സ് എന്തോ ചെയ്യണം? രൂപാന്തരപ്പെടണം. ട്രാൻസ്ഫോം യുവർ മൈൻഡ്, അല്ലേ? അതിനൊരു പരിവർത്തനം വരണം. എങ്ങനെ വരണം? നമ്മുടെ ജീവിതം കർത്താവിന് ഹിതമായത്, പ്രസാദമായത്, നല്ലത്. നല്ലതെന്ന് പറയുന്നത് ഒറ്റ കാര്യമേ ഉള്ളൂ, ദൈവം. യേശു തന്നെ പറഞ്ഞു, അത് നല്ലവൻ ഒരുവനേ ഉള്ളൂ, അത് ദൈവം തമ്പുരാനാണ്. ആ ചിന്താഗതിയായി യഹൂദന്മാർക്കും. അതുകൊണ്ടാണ് നല്ല ഗുരു എന്ന് വിളിച്ചുകൊണ്ട് ഒരു വ്യക്തി പറഞ്ഞപ്പോൾ ആ പദം പോലും സൂക്ഷിച്ചുപയോഗിക്കണമെന്ന് യേശു ആ വ്യക്തിയോട് പറഞ്ഞത്. അപ്പോൾ നന്മ എന്നുള്ളത് ദൈവമാണ്, ദൈവത്തിന്റെ വകയാണ്. അപ്പോൾ ആ ദൈവത്തിന്റെ ചിന്താഗതി ഗ്രഹിപ്പാൻ, ഹിതം ഗ്രഹിപ്പാൻ, മനസ്സ് ഗ്രഹിപ്പാൻ നമുക്ക് എന്തോ വേണം? ദൈവത്തിന്റെ ആ അനുകൂലമായ ചിന്താരീതി വരുന്ന ഒരു മനസ്സ് നമുക്കുണ്ടാകണം. അത് ട്രാൻസ്ഫോം ചെയ്താലേ പറ്റുള്ളൂ. അത് ദൈവഹിത പ്രകാരം, ലോകത്തിന്റെ ഇഷ്ടത്തിൽ നിന്ന്, കോംപ്രമൈസിൽ നിന്ന് നാം എന്തോ പ്രാപിക്കണം? നമുക്കൊരു വലിയ ട്രാൻസ്ഫോർമേഷൻ വേണം. ആ ട്രാൻസ്ഫോർമേഷൻ വരുമ്പോൾ നമുക്ക് കാര്യങ്ങളെ ചിന്തിക്കാൻ വരും. അപ്പോഴാണ് കർത്താവിന്റെ സ്വഭാവം നമുക്കുണ്ടാകുന്നത്. എന്താ കർത്താവിന്റെ സ്വഭാവം? ഫിലിപ്പിയർലേഖനം 2-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, നിങ്ങൾക്ക് ക്രിസ്തുവിന്റെ ആറ്റിറ്റ്യൂഡ് തന്നെ ഉണ്ടായിരിക്കണം, ക്രിസ്തുവിന്റെ ഭാവം തന്നെ ഉണ്ടായിരിക്കണം. അപ്പോൾ ക്രിസ്തുവിന്റെ മനസ്സുണ്ടായാൽ മാത്രമേ ക്രിസ്തുവിന്റെ ഭാവം ഉണ്ടാകാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ക്രിസ്തുവിന്റെ മനസ്സോട് ചേർന്ന രീതിയിൽ ഉണ്ടാകണമെങ്കിൽ എന്തോ ചെയ്യും? നമ്മുടെ ഹൃദയത്തിൽ ആ ചിന്താഗതി വേണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാകണം. അതിനുവേണ്ടി ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടാകണം. ആ കൺവിക്ഷൻ നമുക്കുണ്ടാകണം. അതിനനുസരിച്ച് നമ്മുടെ ക്യാരക്ടർ ഡെവലപ്പ് ചെയ്യണം. പറഞ്ഞ മനസ്സിലായോ? നമുക്ക് ആദ്യം എന്തോ വേണം? ഒരാഗ്രഹം വേണം. ആ ആഗ്രഹം നമുക്കുണ്ടാകാൻ നമുക്ക് നമ്മുടെ അപ്പനോടുള്ള സ്നേഹമാണ്, ബന്ധമാണ്. ഞാനൊരു കുടുംബത്തിൽ ജനിച്ചാൽ എന്റെ അപ്പനെ അപമാനം വരുത്തരുത് എന്ന് ബോധമായി കുഞ്ഞുങ്ങൾക്കൊക്കെ എന്തുണ്ടാകും? ഒരു ചിന്താഗതി ഉണ്ടാകും. എന്റെ അമ്മയ്ക്ക്, എന്റെ അപ്പന്, എന്റെ സഹോദരങ്ങൾക്ക്, എന്റെ പ്രിയപ്പെട്ടവർക്ക് ഞാനൊരു അപമാനം ആകരുത് എന്ന് സ്വാഭാവികമായി കോമൺ സെൻസ് ഉള്ള എല്ലാവരും ചിന്തിക്കും. അതിനു വേണ്ടിയുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കും അപ്പനും അമ്മയും. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ജീവിക്കുമ്പോഴാണ് അവരുടെ സ്റ്റാൻഡേർഡിലേക്ക് അവർക്ക് ഉയർന്നു വരുവാൻ കഴിയുന്നത്. അപ്പോൾ നമ്മുടെ വിഷയം എന്താണ്? നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്താൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നിയന്ത്രിക്കുവാൻ കഴിയും. എങ്ങനെയാണ് മനസ്സിനെ കൺട്രോൾ ചെയ്യുന്നത് എന്നുള്ളതാണ് നാം ട്രാൻസ്ഫോർമേഷൻ പ്രാപിക്കണം. അങ്ങനെ പ്രാപിക്കുമ്പോൾ നമ്മുടെ ചിന്തകൾ വ്യത്യസ്തമായിരിക്കും. ആ ചിന്തകളെ കുറിച്ചാണ് ഫിലിപ്പിയർലേഖനം 4-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ പറയുന്നത്. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ചിന്താരീതി വ്യത്യസ്തമാക്കണം. അതെങ്ങനെയുള്ളതായിരിക്കണം? നോക്കിക്കേ, ഫിലിപ്പിയർലേഖനം 4-8 പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ചിന്ത ഉയർന്നതായിരിക്കണം, ശ്രേഷ്ഠമായിരിക്കണം. ആ ചിന്തയ്ക്കനുസരിച്ച് നമ്മുടെ കാര്യങ്ങളെല്ലാം കടന്നു പോകുന്നത്. നാം മോശമായ ചിന്ത നമ്മളിൽ ഉണ്ടെങ്കിൽ ആ ചിന്തയുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ വാക്കുകൾ പുറത്തു വരും. അതിനനുസരിച്ച് നാം പ്രവർത്തിക്കും. നമ്മുടെ ചിന്തയ്ക്കനുസരിച്ച് ഒരു വാക്ക് വരികയും അത് ഹാബിറ്റായി മാറുകയും ഹാബിറ്റ് ക്യാരക്ടറായി ഡെവലപ്പ് ചെയ്യുകയും ചെയ്യും. ആയതുകൊണ്ട് നമ്മുടെ ചിന്ത അതിപ്രാധാന്യമുള്ളതായതുകൊണ്ട് പൗലോസ് പറയാണ്, നിങ്ങളുടെ ചിന്ത എങ്ങനെയായിരിക്കണം? വായിച്ചേ. ഒടുവിൽ പ്രിയപ്പെട്ടവരെ, എനിക്ക് നിങ്ങളോട് പലതും പറയാനുണ്ടായിരുന്നു, പക്ഷെ കാര്യമായ ഒരു കാര്യം ഞാൻ പറഞ്ഞേ കൺക്ലൂഡ് ചെയ്യാണ്. എന്താ? നിങ്ങൾ സത്യമായത് നിങ്ങൾ ചിന്തിക്കണം. നിങ്ങൾക്ക് ഘനമായത് എന്ന് പറഞ്ഞാൽ നോബിൾ ആയിരിക്കണം. നിങ്ങളുടെ ചിന്താഗതിയെ കുറിച്ച് കേട്ടാൽ അതിനെന്താ വേണം? നിങ്ങളുടെ സ്റ്റാൻഡേർഡ് വെളിപ്പെടുത്തുന്ന, നിങ്ങളുടെ ശ്രേഷ്ഠത വെളിപ്പെടുത്തുന്ന, നിങ്ങളുടെ വാല്യൂ വെളിപ്പെടുത്തുന്ന ഒരു നോബിൾ
സംഗതിയായിരിക്കണം നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരാൻ. പിന്നെന്താ? നീതിയായതൊക്കെയും എന്ന് പറഞ്ഞാൽ ശരിയായതേ ഉള്ളാകും. നീതി എന്ന് പറഞ്ഞ വേദപുസ്തകത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് ശരിയെന്നുള്ളതാണ്. നമ്മൾ ആരും ശരിയല്ല, എന്നാൽ കർത്താവ് നമുക്കൊരു നീതി തന്നു. യേശു നമുക്ക് വേണ്ടി നല്ല പ്രവൃത്തി ചെയ്തിട്ട് നമ്മുടേതായി ഏൽപ്പിച്ചു തന്നിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ നീതിവാന്മാരാകുന്നത്. നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം നമുക്ക് കഴിയുകയില്ല. അതിനുവേണ്ടി ദൈവം എന്താ ചെയ്തത് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ചിന്താഗതി നമ്മുടെ ഉള്ളിൽ വരണമെങ്കിൽ ഏതാ? സത്യമായത്, ഘനമായത്, പിന്നെ നീതിയായത്, പിന്നെ നിർമ്മലമായത്. നോക്കുന്നവരെ ഒരു കുഴപ്പവും പാടില്ല. നിർമ്മലമായത്, പിന്നെ രമ്യമായത്. ലൗലി എന്ന് വെച്ചാൽ അത് കണ്ടാൽ കേട്ടാൽ അറിഞ്ഞാൽ എന്തായിരിക്കണം? വളരെ ക്യൂട്ട് എന്ന് നമ്മൾ പറയുമല്ലോ, ലൗലി. അതാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായിരിക്കണം? രമ്യമായത്, ശ്രേഷ്ഠമായത്. നമുക്ക് രമ്യ എന്നൊക്കെ പേരുണ്ട് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? വളരെ അവരൊരു കാര്യം പ്രതീക്ഷിച്ചിട്ടാണ് ആ കുഞ്ഞിനെ പേരിട്ടത്. രമ്യമായത്, പിന്നെ കേട്ടാൽ സൽകീർത്തിയായിരിക്കണം. ഞാൻ ഒരിക്കൽ സെക്രട്ടറിമാരിൽ ചെന്നപ്പോൾ നെഹ്റുജി ഒരു വാചകം പറഞ്ഞിരിക്കുകയാണ്: നിങ്ങൾ പറയുന്നതും നിങ്ങൾ ചെയ്യുന്നവരും വല്ലവരും കേട്ടാൽ അറിഞ്ഞാൽ ലജ്ജ വരുത്തുന്നതാണെന്ന് ചെയ്യരുത്. എന്താ? നിങ്ങൾക്ക് നാണംകേട് ഉളവാക്കുന്നതാണെങ്കിൽ നിങ്ങൾ അത് പറയുകയും ചെയ്യുകയും വരുന്നത്. അപ്പോൾ ഇത് പറയുകയും ചെയ്യുകയും ചെയ്യുന്നതിന്റെ അടിസ്ഥാനമാണ് നമ്മൾ ചിന്തിക്കുന്നത്, നമ്മുടെ ചിന്ത. ആ ചിന്തയിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ നാം ആരാണെന്ന് വെളിപ്പെടും. അത് ദൈവം തമ്പുരാൻ ആർക്കും വെളിപ്പെടുത്തിക്കാൻ കൊടുക്കാതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അല്ലേ? നമ്മുടെ ചിന്തകളെല്ലാം ഇപ്പം നമ്മൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ മറ്റുള്ളവരുടെ ചിന്ത ഇങ്ങനെ കാണാമായിരുന്നെങ്കിൽ, നാം എവിടെയെങ്കിലും പോകുന്നോടനെ അത് മറ്റുള്ളവർക്ക് വായിക്കാമായിരുന്നുവെങ്കിൽ ആര് തല കുലിച്ച് പിന്നെ പോകുമോ അവരെ പോലെ ആയി പോകത്തില്ലായിരുന്നു. ഞാൻ കണ്ടു ഈ ഇടയ്ക്ക് കേരളത്തിൽ ഒരു വലിയ കൊലക്കേസ് നടന്നു. അതിനുവേണ്ടി അറസ്റ്റ് ചെയ്യുന്നവരൊക്കെ മുഖം മറച്ചിട്ടാണ്. 4-5 കൊലക്കേസിലൊക്കെ പങ്കാളികളായവർ പോലും ജനങ്ങളെ അഭിമുഖീകരിക്കുവാൻ എന്താ അവർക്ക് ലജ്ജയാണ്. അവർ മുഖം മൂടുകയാണ്, ആ ഉടുപ്പ് വലിച്ചു മുന്നോട്ടിടുകയാണ്. അതൊക്കെയാണ് അവർ ചെയ്യുന്നത്, കാരണം ലജ്ജയാണ്. അപ്പോൾ അങ്ങനെയുള്ളത് നമ്മളിൽ നിന്ന് വരരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നോക്കിക്കേ, അതൊരു ജാതിയായ മനുഷ്യൻ നമ്മുടെ ഭാഷയിൽ പറയുകയാണ്: നിങ്ങളുടെ വാക്കുകളോ പ്രവൃത്തിയോ മറ്റുള്ളവർ അറിഞ്ഞാൽ അത് നിങ്ങൾക്ക് ലജ്ജ വരുത്തിയാൽ നിങ്ങൾ അത് ചെയ്യരുത്. അപ്പോൾ കർത്താവ് ഇവിടെ പറഞ്ഞിരിക്കുക എന്ത്? ദൈവത്തിന്റെ ആത്മാവിൽ പൗലോസിൽ കൂടെ പറയുകയാണ്: നിങ്ങൾ എങ്ങനെയുള്ള ചിന്ത ഉണ്ടാകാവൂ? നിങ്ങൾക്ക് സൽകീർത്തിയായി മാത്രമേ ഉണ്ടാകാവൂ. പിന്നെയോ സൽഗുണമോ എന്ന് പറഞ്ഞാൽ എക്സലൻസ്, അല്ലെ? ശ്രേഷ്ഠമായതായിരിക്കണം. അപ്പോൾ ദൈവ പൈതലിനെ കുറിച്ച് ദൈവത്തിന്റെ ചിന്താഗതി എത്ര ശ്രേഷ്ഠമാണെന്ന് നോക്കണം. നമ്മെ കുറിച്ച് നമ്മുടെ ദൈവം പ്രതീക്ഷിക്കുന്നത് ഒട്ടും കുറവല്ല. കർത്താവിനെ പോലെ നാം ആയിരിക്കണം എന്നുള്ളതാണ്. കർത്താവിനെ പോലെ. അതിന്റെ ഒരു നക്ഷനാണ് യേശു ഈ ഗിരിപ്രഭാഷണത്തിന്റെ ഇടയിൽ ചേർത്ത് പറഞ്ഞത്. നിങ്ങളെ ആരെ പോലെ ആകണം? നിങ്ങളെ അപ്പനെ പോലെ ആകണം. ആരപ്പൻ? നിങ്ങളുടെ സ്വർഗീയ പിതാവ്. സൽഗുണ പൂർണ്ണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണ്ണരാകുകയും. അങ്ങനെയുള്ളൊരു ക്രിസ്ത്യാനിയെ കുറിച്ച് നമുക്ക് ചിന്തിച്ചാൽ ആ ക്രിസ്ത്യാനിക്ക് എത്ര ഇൻഫ്ലുവൻസ് വരുത്തുവാൻ കഴിയും. പക്ഷെ ശത്രുത ഒരുപാടുണ്ടാകും. കാരണം അവൻ എന്തിനു വേണ്ടി നിൽക്കുമ്പോൾ? സത്യത്തിന് വേണ്ടി നിൽക്കുമ്പോൾ, നീതിക്ക് വേണ്ടി നിൽക്കുമ്പോൾ, രമ്യമായതിനു വേണ്ടി നിൽക്കുമ്പോൾ, സൽകീർത്തിയായതിനു വേണ്ടി നിൽക്കുമ്പോൾ അവൻ എതിരുണ്ടാകും. എതിര് നമുക്ക് പ്രശ്നമല്ല. നമ്മുടെ കർത്താവിനും എതിരുണ്ടായിരുന്നു. അപ്പോൾ നാം ആരായിരിക്കണം? നമ്മുടെ ചിന്തയിൽ ശ്രേഷ്ഠന്മാരായിരിക്കണം. ആ ചിന്ത മാത്രമല്ല, നമ്മുടെ ഹൃദയത്തിൽ വികാരങ്ങളുണ്ട്, വിചാരങ്ങളുണ്ട്, ആ മോഹങ്ങളുണ്ട്. അതിന്റെ ആസ്ഥാനം ഹൃദയമാണെന്ന് പറയുന്നത്. ഞാൻ ആദ്യം തലച്ചോറെന്നല്ല, മനസ്സെന്ന് പറയുന്ന ആ നമ്മുടെ മെറ്റീരിയൽ അല്ല, ഇമ്മെറ്റീരിയൽ പാർട്ടിനെ കുറിച്ചാണ് ഞാൻ മനസ്സെന്ന് പറയുമ്പോൾ. അല്ല, ബ്രെയിൻ മാത്രമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മള് മനസ്സെന്നോ അല്ലെങ്കിൽ അതുപോലെയുള്ള വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന പല പദങ്ങളുണ്ട്. അത് സോളാകാമെന്ന് പറയുന്നവരുണ്ട്, അത് സ്പിരിറ്റ് എന്ന് ഇന്റർചേഞ്ചബിൾ ആയി യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇമ്മെറ്റീരിയലായി നമ്മുടെ സകല ചിന്തയുടെയും ആ വില്ലിന്റെ എന്ന് പറയുന്നതിന്റെ ഫലമുണ്ടാകുന്ന സ്ഥലമാണ്. അത് മെറ്റീരിയലായ ഒരു സ്ഥലമായിരിക്കണമെന്നില്ല, ഇമ്മെറ്റീരിയൽ ആയിരിക്കാം, സ്പിരിച്വൽ ആയിരിക്കാം, അല്ലെങ്കിൽ എല്ലാ മനുഷ്യനെയും നീതിബോധം കൊടുക്കുന്ന ആ ചിന്താഗതിയായിരിക്കാം. രണ്ടാമത് ഹൃദയമാണ്. ഇവിടെ പറഞ്ഞിരിക്കുകയാണ്: നിങ്ങൾ നടന്ന മോഹങ്ങൾ പോലെ ഇനി നടക്കരുത്. അതിന്റെ മോഹങ്ങൾ എന്താണ്? നിങ്ങളുടെ ഹൃദയമാണ് അതിന് ആസ്പാദം. കാരണം ഹൃദയത്തിൽ നിന്ന് എന്തൊക്കെയാ വരുന്നുള്ളൂ? ഹൃദയത്തിൽ നിന്ന് സാധാരണ വരുന്ന എന്തൊക്കെയാ?
വളരെ മോശമായ സംഗതികളാണ്. യേശു ക്രിസ്തു ഒരിക്കൽ നമ്മുടെ ഹൃദയത്തെ കുറിച്ച് പറഞ്ഞു. അത് മർക്കോസിന്റെ സുവിശേഷത്തിലാണ്. ഒന്ന് വായിച്ച്. മർക്കോസിന്റെ സുവിശേഷത്തിൽ യേശു ക്രിസ്തു പറയാണ്, നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന കുറെ കാര്യങ്ങൾ അവിടെ വിവരിച്ചിട്ടുണ്ട്. അവിടെ പറയുകയാണ്, ഇതൊക്കെയാണ് നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് വരുവാൻ പറ്റുക. 7:20 മുതൽ 23 വരെ അവിടെ വളരെ മോശമായ ഒരു ഹൃദയം. നമ്മൾ പണ്ട് ബാലന്റെ ഹൃദയത്തെ കുറിച്ചൊക്കെ ഒരു പുസ്തകമൊക്കെ കണ്ടിട്ടുണ്ട്. അതിനേക്കാൾ മോശമായതാണ് നമ്മുടെ ഹൃദയം. ഒന്ന് പറഞ്ഞു നോക്കി, വായിച്ചു നോക്കിയേ. മനുഷ്യനിൽ നിന്ന്, ഉള്ളിൽ നിന്ന് വരുന്നതാണ് അവനെ അശുദ്ധനാക്കുന്നത്. നമ്മളപ്പോ വിശുദ്ധിയാണ് സംസാരിക്കുന്നത്, അല്ലേ? അപ്പോൾ ഉള്ളിൽ നിന്ന് വരുന്നതാണ് നമ്മളെ അശുദ്ധരാക്കുന്നത്. നോക്കിയേ. അകത്ത് നിന്ന്, ഹൃദയത്തിൽ നിന്ന്. യേശു പറയാണ്, നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന്. നിങ്ങളുടെ ജീവിതം എവിടെയാണ് കറക്റ്റ് ആകേണ്ടത്? നിങ്ങളുടെ സൗന്ദര്യത്തോടാണ് ദൈവത്തിന്റെ ദൃഷ്ടിയിൽ. പുറത്തുള്ള കളറിലല്ല, പുറത്തുള്ള ഫിഗറിലല്ല, പുറത്തുള്ള നീളത്തിലല്ല, നമ്മുടെ മുടിയിലല്ല, വസ്ത്രത്തിലല്ല, ആഭരണത്തിലല്ല. പിന്നെ എവിടെയാണ്? നിങ്ങളുടെ നിഗൂഢ മനുഷ്യൻ. അതുകൊണ്ടാണ് അതാണ് ദൈവസന്നിധാനത്തിൽ പ്രസാദമായതെന്ന് പത്രോസിന്റെ ലേഖനത്തിൽ പത്രോസ് പറയുന്നതിന് കാരണം എന്താ? നിങ്ങളുടെ അകത്തെ മനുഷ്യൻ, നിഗൂഢ മനുഷ്യൻ, അതാണ് ശ്രേഷ്ഠമായിരിക്കേണ്ടത്. അതെങ്ങനെ ആയിരിക്കണം? ശാന്തമായി, നിർമ്മലമായി, ശ്രേഷ്ഠമായി, ദൈവത്തിന് പ്രസാദമുള്ള അവസ്ഥയിലുള്ള അകത്തെ മനുഷ്യനെയാണ് ദൈവം കാണുന്നത്. നമ്മുടെ പുറത്തുള്ള എത്ര വലിയ വലിപ്പമുണ്ടെങ്കിലും ദൈവം തൂക്കി നോക്കുന്നത് അതല്ലെന്ന് ബെൽശസ്സറിന്റെ ജീവിതത്തിൽ നമ്മൾക്ക് തെളിയും. കാരണം ബെൽശസ്സറിനോട് ദൈവം പറയാ, ഞാൻ നിന്നെ തൂക്കി നോക്കി കുറവുള്ളവനായി കണ്ടിരിക്കുന്നു. അവൻ ഇഷ്ടം പോലെ കുടിച്ചിരിക്കുന്നവനെ, അവൻ കയറിയതിനേക്കാൾ ഏതായാലും 2 പൗണ്ടിൽ കൂടിയിട്ടുണ്ട്. ഇപ്പൊ തൂക്കി നോക്കിയാൽ നിങ്ങൾ കണ്ടിട്ടില്ല, പണ്ട് മിലിറ്ററിയിൽ പോകുന്ന പിള്ളേര് വെയിറ്റ് ഇല്ലാത്തത് പഴവും വെള്ളവും കുടിക്കാറുണ്ടായിരുന്നു. പഴം തിന്നുകയും വെള്ളം കുടിക്കുകയും ചെയ്യുമ്പോൾ വെയിറ്റ് വരും. അപ്പോൾ അത് തിന്നുന്നതുകൊണ്ട് 3-4 പൗണ്ട് കൂട്ടാൻ സാധിക്കും. ഇപ്പോൾ ബെൽശസ്സർ എന്ത് ചെയ്യാം? ധാരാളം കുടിച്ചിരിക്കുക. ഉടനെ അവൻ തൂക്കത്തിൽ ഒട്ടും പുറമായി കുറവുള്ളവനല്ല, പക്ഷെ അകത്താണ് കുറവുള്ളത്. അപ്പം ദൈവം നമ്മെ തൂക്കി നോക്കുന്നത് നമ്മുടെ പുറത്തെ ശരീരത്തെ അല്ല, അകത്തെയാണ് തൂക്കി നോക്കുന്നത്. അവൻ ആത്മാക്കളെ തൂക്കി നോക്കുന്ന ദൈവമാണെന്ന് സദൃശവാക്യം പറയുന്നു. അവന്റെ തൂക്കത്തിന്റെ മുൻപിൽ നാം എങ്ങനെയായിരിക്കണം? വളർന്നുകൊണ്ടിരിക്കണം, വളർച്ച പ്രാപിക്കണം. അപ്പോൾ അവൻ തൂക്കി നോക്കുന്ന ഉടനെ അകത്തേതാണ് കാണുന്നത്. അവൻ സൗന്ദര്യം കാണുന്നത് അകത്തെ സൗന്ദര്യമാണ്. അവൻ നോക്കുമ്പോൾ ഹൃദയത്തെയാണ് കാണുന്നത്. അതാണ് ഇവിടുത്തെ വിഷയം. നോക്കിക്കേ, എന്തൊക്കെയാ? ഒന്നാമത് വരുന്നത് ആദ്യം തന്നെയുള്ള കാര്യമാണ്. ചിന്തയിൽ നിന്നാണ് നമ്മൾ തുടങ്ങിയത്. അതാണ് നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് വരുന്നത്. ദുശ്ചിന്തയായിരിക്കും നിങ്ങളുടെ ഉള്ളിൽ നിന്ന് കടന്നു വരുന്നത്. അത് നല്ലതായിരിക്കില്ല. ദുശ്ചിന്തയാണ് സാധാരണ മനുഷ്യനിൽ നിന്ന് കടന്നു വരുവാൻ സാധ്യതയുള്ളത്, അല്ലേ? അതെന്താണ്? യേശു ക്രിസ്തു പറയാണ്, അത് നിങ്ങളുടെ സ്വഭാവത്തെ വെളിപ്പെടുത്തുന്നതാണ്, നിങ്ങളുടെ വ്യക്തിത്വത്തെ വെളിപ്പെടുത്തുന്നതാണ്. നിങ്ങൾ ആരാണെന്ന് വെളിപ്പെടുത്തുന്നത് നിങ്ങളുടെ ദുശ്ചിന്തയാണ്. പിന്നെന്താ? വ്യഭിചാരം. അത് വരുമോ? പിന്നെ പരസംഗം. നോക്കിക്കേ, ഇതെല്ലാം വളരെ മോശമെന്ന് നാം ചിന്തിക്കുന്നതാണ്. ശരി, വ്യഭിചാരമെന്നും ദുർനടപ്പും എന്നൊക്കെ പറയുമ്പോൾ സാധാരണ നടപ്പിൽ നിന്നുള്ള വ്യത്യസ്തമെന്നേ ഉള്ളൂ. നടപ്പ്, ദുർനടപ്പ്, ആചാരം, വ്യഭിചാരം. കണ്ടോ? ഇത് മനസ്സിലായോ? അപ്പോൾ നമുക്ക് വേണ്ടി ദൈവം തമ്പുരാൻ വെച്ചിരിക്കുന്ന ഒരു നടപ്പുണ്ട്, ദൈവം തമ്പുരാൻ വെച്ചിരിക്കുന്ന ഒരു ആചാരമുണ്ട്. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സെക്ഷൽ ബന്ധത്തെയാണ് അവിടെ നടപ്പ് എന്നിവിടെ പറഞ്ഞിരിക്കുന്നത്. നല്ല നടപ്പ്, അതാണ് ദൈവം കണ്ടിരിക്കുന്നത്. എന്നാൽ അതിന് വ്യത്യസ്തമായുള്ള ചിന്തകളാണ് ദുർനടപ്പ്, തെറ്റായ നടപ്പ്. ആ ആചാരത്തിൽ നിന്ന് വ്യതിചലിക്കുന്നതാണ് വ്യഭിചാരം. നോക്കിക്കേ, അതിന് ആ പദത്തിന്റെ പിന്നിൽ മലയാളികളാണെങ്കിൽ പോലും അതിന് കൊടുത്തിരിക്കുന്ന ആ ശ്രേഷ്ഠമായ അർത്ഥമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഹൃദയത്തിൽ നിന്ന് പുറത്ത്, അകത്ത് നിന്ന് വരുന്നത് ദുശ്ചിന്തയായാൽ, ദുർനടപ്പായാൽ, പരസംഗമായാൽ, പിന്നെ കുലപാതകം. ഇതിനെ കുറിച്ചൊക്കെ വിവരിപ്പാൻ ഒരുപാട് സമയമെടുക്കും. പക്ഷെ നമ്മുടെ വിഷയം വിശുദ്ധിയാണ്. നമ്മുടെ യഥാർത്ഥ വിശുദ്ധി എന്ന് പറയുന്നത് എന്താണെന്നുള്ളതാണ് ഞാൻ ഫോക്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാ? നോക്കിക്കേ, പിന്നെ മോഷണം, അത്യാഗ്രഹം, ദുഷ്ടത, ചതി, ദുഷ്കർമ്മം, വിടക്കുകയാണ്, ദൂഷണം, അഹങ്കാരം, മൂഢത എന്നിവ പുറപ്പെടുന്നു. അകത്ത് നിന്ന് യേശു പറയാണ്, നിങ്ങളുടെ ഹൃദയം ആരെയും കാണിക്കാൻ കൊള്ളത്തില്ല. ഇതാണ് യേശു പറഞ്ഞതിന്റെ ചുരുക്കം. അതിന് മാറ്റം വരണമെങ്കിൽ അതിന് വ്യത്യസ്തമായ കാര്യം ചെയ്യണം. അപ്പോൾ ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? യെരമ്യാവ് വിളിച്ചു പറയുകയാണ്, നിങ്ങളുടെ ഹൃദയം വിഷമുള്ളതാണ് എന്ന് പറഞ്ഞാൽ വിഷമുള്ളതാണ്. അതെ, പാപം എന്ന വിഷം നിങ്ങളിലേക്ക് കയറിയപ്പോൾ അതിനെ മാറ്റാൻ, ആ വിഷത്തെ എടുത്ത് മാറ്റാൻ മാത്രമേ ശരിയാകുള്ളൂ. യെരമ്യാ പ്രവചനം 17-ാം അധ്യായത്തിൽ 9-ാം വാക്യത്തിൽ പറയുന്നത് മലയാളത്തിൽ ഹൃദയം എല്ലാത്തിനേക്കാളും കപടവും വിഷവും ഉള്ളതാണ്. എന്നാൽ ഇംഗ്ലീഷിൽ അങ്ങനെയല്ല, ഡെസ്പറേറ്റ്ലി വിക്കഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഡെസ്പറേറ്റ്ലി വിക്കഡ്. എന്താ?
വായിച്ചേ, രണ്ടും ഒന്ന് വായിച്ചേ, മലയാളത്തിലും ഇംഗ്ലീഷിലും. അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഹൃദയം എല്ലാത്തിനേക്കാൾ കാപട്യമുള്ളത്. യേശു പറഞ്ഞു, നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് അകത്ത് നിന്ന് പുറത്തു വരുന്നത് ഈ ഹൃദയമായതുകൊണ്ടാണ്. കാരണം എന്താ? ഹൃദയത്തിന് കുഴപ്പമാണ്. ദൈവാത്മാവിൽ പറയാണ്, നിങ്ങളുടെ പ്രശ്നം പുറത്തുള്ളതല്ല, പിന്നെന്താ? അകത്തുള്ള പ്രശ്നമാണ്. ഹൃദയം എല്ലാത്തിനേക്കാളും എന്താ? കപടവും വിഷമവും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇംഗ്ലീഷ് വായിച്ചേ. എല്ലാത്തിനേക്കാളും ഡിസീറ്റ്ഫുൾ ആണ്, ചതിയുള്ളതാണ്. Who can know it? അതിന് ഉത്തരം പറയുന്നുണ്ട്, ദൈവത്തിന് അറിയാം. വേറെ ആർക്കും അറിയത്തില്ലല്ലോ. ആർക്കറിയാം? ദൈവത്തിന് അറിയാമെന്ന് 10-ാം വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് വിഷയം. നമ്മുടെ ഹൃദയം വിഷമുള്ളതാണ്, അത് വിഷം പ്രാപിച്ചു പോയി. അതുകൊണ്ട് ആ വിഷം ഉള്ളിൽ നിന്ന് പോകാത്തത്തോളം കാലം അത് എപ്പോഴും അത് ദോഷം ചെയ്തുകൊണ്ടിരിക്കും. അത് ഇതിന്റെ ഫലമായിട്ട് വല്ലപ്പോഴും അല്ല അവന്റെ ഹൃദയം ദോഷം ചെയ്യുന്നത്, എല്ലായ്പ്പോഴും ചെയ്യുമെന്ന് ദൈവം ആരംഭത്തിൽ തന്നെ മനുഷ്യനെ നോക്കിയിട്ട് പറയുകയാണ്. എന്താ സംഭവിക്കുന്നത്? ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ പറയുന്നത്, എല്ലായ്പ്പോഴും ഹൃദയത്തിൽ നിന്ന് ദോഷമേ വരത്തുള്ളൂ. എന്താ? എല്ലായ്പ്പോഴും ഹൃദയത്തിൽ നിന്ന് ദോഷം വരത്തുള്ളൂ. വല്ലപ്പോഴും ആരെങ്കിലും കുഴപ്പമില്ല. അതുകൊണ്ട് ആർക്കും ഇത് സംഭവിക്കാം. അതുകൊണ്ടാണ് ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള വിജയം മാത്രം നേടിക്കൊണ്ടിരുന്ന നമ്മുടെ ദാവീദിന് അബദ്ധം പറ്റിയത്. അതുകൊണ്ടാണ് ദൈവസന്നിധാനത്തിൽ ശ്രേഷ്ഠനായി പിന്നീട് വന്ന, അല്ലെങ്കിൽ ദൈവം വിളിച്ചു വരുത്തിയ മോശ ഒറ്റ ദേഷ്യത്തിൽ ഒരുത്തനെ തല്ലിക്കൊന്നത്, അല്ലേ? ഹൃദയത്തിന്റെ പ്രശ്നമാണ്. അതുപോലെ തന്നെയാണ് ദൈവസന്നിധാനത്തിൽ ശ്രേഷ്ഠനായി വിളങ്ങിയ നമ്മുടെ ജീവിതത്തിലൊക്കെയും മാന്യനായി നാം കാണുന്ന, അല്ലെങ്കിൽ ദൈവം എല്ലാ അനുഗ്രഹവും കൊടുക്കുവാൻ തെരഞ്ഞെടുത്ത യൂദ, അവനെ കണ്ടപ്പോൾ സാഹചര്യമൊത്തപ്പോൾ എന്ത് ചെയ്തു? അങ്ങോട്ട് പോയതിന്റെ കാരണം. അപ്പോൾ ഇത് ആരുന്നില്ല, എപ്പോഴുന്നില്ല. കാരണം എന്താ? വാക്യം വായിച്ച് 5-ാം വാക്യം. Wickedness of man was great. എന്താ? Every intent of thoughts. എല്ലാ ചിന്തകളും എവിടെ നിന്നേ വരത്തുള്ളൂ? ഹൃദയത്തിൽ നിന്ന് വരുന്ന ചിന്തകൾ. അതെങ്ങനെ? അതിന്റെ പരമാവധി അത് പോകുന്നതാണ്. എന്തെല്ലാം അത് ചെയ്യാമോ അതെല്ലാം ചെയ്യും. അതുകൊണ്ടാണ് ദൈവം ഈ ഹൃദയത്തെ കുറിച്ച് എപ്പോഴും പറയുന്നത്. അപ്പോൾ മനസ്സിനെ കുറിച്ച് ഞാൻ പറഞ്ഞു, അത് കഴിഞ്ഞിട്ട് എന്താ? ഹൃദയത്തെ കുറിച്ച് നമ്മുടെ വചനത്തിൽ പറഞ്ഞിരിക്കുകയാണ്. ആ ഹൃദയം എല്ലായ്പ്പോഴും എല്ലാത്തിനേക്കാളും കാപട്യവും വിഷവും ഉള്ളതാകൊണ്ട് നമ്മുടെ ചിന്ത എപ്പോഴും ആകെയുള്ളൂ? ദോഷമായത്, പാപമായത്, അപമാനമായത്, നിന്ദ്യമായത്. അതിൽ നിന്ന് കടന്നു വരുന്നത് ആ ജഡത്തിന്റെ പ്രവൃത്തിയാണ്. ജഡം എന്ന് പറയുന്നത് ഈ ശരീരമല്ലല്ലോ നാം ജഡമെന്ന് ഉപയോഗിക്കുന്നതാണോ? അല്ല, ഇതിന്റെ ഉള്ളിലുള്ള നമ്മെ നിയന്ത്രിക്കുന്ന ഘടകം. അതുകൊണ്ടാണ് ജഡത്തിന്റെ പ്രവൃത്തി ചെയ്യുന്നവൻ ദൈവരാജ്യത്തിൽ കടക്കയില്ലെന്ന് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് എന്താ സംഭവിക്കേണ്ടത്? ടോട്ടൽ ചേഞ്ച് ആണ് നമുക്ക് വരേണ്ടത്. മനസ്സ്, ഹൃദയം, ജഡമെന്ന് പറയുന്ന ആ ഹോൾ രൂപം അത് റീപ്ലേസ് ചെയ്താലേ സാധിക്കുകയുള്ളൂ. അതെങ്ങനെ റീപ്ലേസ് ചെയ്തത് നോക്കിക്കേ. എഫെസ്യ ലേഖനം 4-ാം അധ്യായം. നമുക്കിത് സാധിക്കുമോ? സാധിക്കണം. കാരണം അങ്ങനെയുള്ള ഒരു ഓപ്പറേഷൻ നമുക്ക് നടന്നു. നമുക്ക് വേറൊരു ഹൃദയം തന്നു, വേറൊരു സ്വഭാവം തന്നു, വേറൊരു മനുഷ്യനാക്കി. 4-ാം അധ്യായത്തിന്റെ 25 മുതൽ വായിച്ചേ. എഫെസ്യ ലേഖനം. ആകയാൽ ഭോഷ്ക് ഉപയോഗിക്കണം. ഓരോരുത്തൻ താന്താന്റെ കൂട്ടുകാരനോട് സത്യം സംസാരിക്കും. നാം തമ്മിൽ അവയവങ്ങളല്ലോ. അതെ, അതിന്റെ മുൻപേ ഉള്ള വാക്യം, നിങ്ങളെ സത്യത്തിൽ ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യൻ. 4-ാം അധ്യായത്തിന്റെ 24, 25, 24. And that you put on the new man, which was created according to God in true righteousness and holiness. നോക്കിക്കേ, and put on the new son, new man, created to be like God. എന്താ നമുക്ക് എങ്ങനെ സാധിക്കുന്നത്? ഒറ്റ കാര്യം ദൈവം ചെയ്തു. നമ്മളെ പഴയതിനെ മാറ്റി സകലതും പുതുതായി. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? പുതിയ സൃഷ്ടിയെ പോലെ ജീവിക്കാം. ഇതിനെയൊക്കെ നിയന്ത്രിക്കാം. പാപത്തെ പാപമെന്ന് കാണാം, തെറ്റിനെ തെറ്റെന്ന് മനസ്സിലാക്കാം. കാരണം അകത്തെന്തോ ചെയ്തു? ഒരു ഓപ്പറേഷൻ നടത്തി. ഹൃദയം നമ്മളിലേക്ക് കടന്നു. അതാരുടെ ഹൃദയമാണ്? ദൈവത്തിന്റെ ഹൃദയം. പരമോന്നതനായ ദൈവത്തിന്റെ ഹൃദയം ദൈവം റീപ്ലേസ് ചെയ്തിരിക്കുകയാണ്.
നിങ്ങൾ എന്താ ചെയ്തിരിക്കുന്നത്? സത്യത്തിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിക്കണം. അവിടെ കൊണ്ടുവച്ചിരിക്കുക. അതിനെ എടുത്ത് നാം എന്തോ ചെയ്യണം? ധരിക്കണം. ഇത്രയേ ഉള്ളൂ. ആ കർത്താവ് പറഞ്ഞ ഉപമ ഞാൻ ഇതിൽ ഓർപ്പിക്കുകയാണ്. എല്ലാവർക്കും വാതിലിൽ എന്തോ ചെയ്തു? ഒരു ഡ്രസ്സ് വെച്ചിട്ടുണ്ട്. അപ്പൊ ആരെങ്കിലും തിരക്കിന്റെ കൂട്ടത്തിൽ എനിക്ക് ഉള്ളിൽ കയറണമെന്ന് പറഞ്ഞാൽ ഈ ഡ്രസ്സ് എടുക്കാൻ പറ്റില്ല. അങ്ങനെ ചിലർ അതിനകത്ത് കയറിക്കൂടി. അവരോട് ചോദിച്ചു, സഹോദരൻ, ഞാൻ ഈ ഡ്രസ്സ് നിങ്ങൾക്ക് തന്നതാണല്ലോ, വിതരണം ചെയ്താണല്ലോ. രാജാവിന്റെ പന്തി ഭോജനത്തിൽ അവിടെ വിളിച്ചോണ്ട് വന്നത് കുരുടരെയും ചെങ്കരെയും പാവപ്പെട്ടവരെയും ഒക്കെയാണ്. അപ്പോൾ അവരുടെ ഡ്രസ്സ് പല വിധത്തിലാണ്. പക്ഷെ ഇവരെ കണ്ടാൽ ഒരുപോലെ ഇരിക്കണം. അതിനുവേണ്ടി എല്ലാവർക്കും നല്ല യൂണിഫോമായ ഡ്രസ്സ് വാങ്ങിക്കൽ കൊടുക്കുകയാണ്. അപ്പൊ അത് വാങ്ങാതെ ഒരുത്തരം അതിനകത്ത് മിടുക്കനായി അകത്ത് കയറി. അവനെ എല്ലാവരുടെയും മുമ്പിൽ കയറിയിട്ട്, നമ്മളൊക്കെ പണ്ട് ഈ ബസ്സിൽ കയറുന്ന സാധനം സീറ്റിന്റെ അങ്ങോട്ട് തട്ടുമായിരുന്നല്ലോ. എന്നിട്ട് നമ്മളെ പുറകെ വളരെ ചിരിച്ചുകൊണ്ട് ഏറ്റവും അവസാനം കയറി വരും. കാരണം നമ്മുടെ പെട്ടിയെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യൻ കയറി വന്നത്. അപ്പോൾ അവന് ഒരു വ്യത്യാസം എന്താ? മറ്റുള്ളവരെ പോലെ ആയിട്ടില്ല. അപ്പോൾ അവൻ അവൻ്റെതായ രൂപത്തിലാണ് കയറി വന്നത്. അപ്പോൾ കർത്താവ് പറഞ്ഞു, ഇവനെ പുറത്താക്കരുത്. കാരണം ഇവൻ എന്ത് ചെയ്യുന്നില്ല? ധരിച്ചില്ല. ഇതാണ് അവന്റെ പ്രശ്നം. കൊടുത്ത ആ വസ്ത്രം എടുത്ത് ധരിച്ചില്ല. അതാണ് ഇന്ന് രാവിലെ എനിക്ക് നമ്മുടെ ചിന്തയിൽ കൊണ്ടുവരാനുള്ള വലിയ ചിന്ത. നമ്മൾ എന്തുകൊണ്ടാണ് വിശുദ്ധരാകാൻ കഴിയാത്തത്? ദൈവം നമ്മെ വിശുദ്ധരായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എല്ലാ ലേഖനത്തിന്റെ ആരംഭത്തിൽ നമ്മെ വിശുദ്ധരെന്നും ദൈവത്തിന്റെ വിശ്വസ്തന്മാരെന്നും ദൈവത്തിന്റെ മക്കളായിട്ടും വിശ്വാസികളായിട്ടും നമുക്കൊരു ഉയർന്ന പദവി ദൈവം നമുക്ക് തന്നിരിക്കുകയാണ്. നമ്മളെ ആക്കി വെച്ചിരിക്കുകയാണ്, മക്കളാക്കിയിരിക്കുകയാണ്. ദൈവം നമ്മെ അഡോപ്റ്റ് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾക്കറിയാമോ, യഹൂദന്മാരുടെ ചരിത്രത്തിൽ അഹരോന്റെ കുടുംബത്തിൽ നിന്ന് വരാത്ത ഒരൊറ്റ പുരോഹിതനേ ഉള്ളൂ. ആരാണറിയാമോ? ഇത്രയും നാൾ നിങ്ങൾ വചനം പഠിച്ചാലേ ആരാ? അഹരോന്റെ കുടുംബത്തിൽ നിന്ന് വരാത്ത ഒറ്റ പുരോഹിതനേ ഉണ്ടായിട്ടുള്ളൂ. ആരാ? സൗമേൽ. സൗമേൽ ലേവ്യ കുടുംബത്തിൽപ്പെട്ടതാണ്. കഹാത്യരുടെ മകനാണ്. പക്ഷേ അവൻ എബ്രഹാം മലനാട്ടിൽ വളർന്ന ഒരു ലേവ്യനാണ്. പക്ഷെ അഹരോന്റെ കുടുംബത്തിൽ അല്ലാത്ത ആർക്കും എന്തെടുക്കാൻ പറ്റത്തില്ല, ശുശ്രൂഷ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഏലി അവനെ ദത്തെടുത്തു. അറിയാം, അവന്റെ മക്കളെ രണ്ടുപേരും മരിച്ചു. ഏലിയുടെ കുടുംബത്തിൽ പാർത്തപ്പോൾ അവനെ ദത്തെടുത്തു. ആ ഒരൊറ്റ വ്യക്തിയെ കർത്താവിനെ യഥാർത്ഥത്തിൽ നിഴലിക്കുന്ന ഒരു ശുശ്രൂഷകനായി ചേർന്നിട്ടുള്ളൂ. യേശു ക്രിസ്തുവിന് 3 റോളാണുള്ളത്: രാജ്യത്വം, പുരോഹിത ശുശ്രൂഷ, പ്രവാചക ശുശ്രൂഷ. ഇത് 3 ഒന്നിച്ച് ചെയ്ത ഒരൊറ്റ മനുഷ്യനേ ഉള്ളൂ വേദപുസ്തക ചരിത്രത്തിൽ. അത് ആരല്ല? ലേവ്യനാണ്. പക്ഷെ ആരല്ല? അഹരോന്യ കുടുംബത്തിനെ അർഹരായ മഹാപുരോഹിതനാകുവാൻ യോഗ്യനായ ആ വ്യക്തി. അഹരോന് മഹാപുരോഹിതൻ ആകാതെ ആകാൻ സാധ്യതയില്ലാതിരിക്കെ മഹാപുരോഹിതനായിരുന്ന ആ ഏലി ഇവനെ ദത്തെടുത്ത് മകനാക്കി. അതോടുകൂടി അവൻ എല്ലാ പദവിയും ലഭിച്ചു. ബാക്കി കോരക് ഈ പരിപാടിക്ക് വന്നപ്പോൾ ഭൂമി വിഴുങ്ങിക്കളഞ്ഞു. ആ പരിപാടിക്ക് വേണ്ടി ഏറ്റവും നല്ല രാജാവ് ഉസിയാവ് വന്നപ്പോൾ കുഷ്ഠം വന്നു. അപ്പൊ അത് അവരെല്ലാം ഭയപ്പെട്ടിരുന്നു. ഉസ എന്ന് പറഞ്ഞ് ദൈവത്തിന്റെ പെട്ടകത്തെ നിയന്ത്രിക്കുന്ന ഒരു പുരോഹിതൻ പോലും ഒന്ന് തൊടാൻ ചെന്നപ്പോൾ അവൻ മരിച്ചുപോയി. അതുകൊണ്ട് അവർക്ക് ഭയങ്കര ഭയമായിരുന്നു. എന്നാൽ ഇവിടെ നോക്കൂ, ദൈവം തമ്പുരാൻ കുടുംബത്തിലേക്ക് ദത്തെടുത്തപ്പോൾ അവനില്ലാത്ത എല്ലാ പദവിയും അവന് ലഭിച്ചു. ഇതാണ് നമുക്ക് ലഭിക്കുന്നത്. എങ്ങനെ? നാം ധരിക്കുമ്പോൾ, യേശുവിനെ ധരിക്കുമ്പോൾ, ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യൻ. എങ്ങനെയുള്ള മനുഷ്യൻ? നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനായി തീരുന്നു. നമ്മുടെ സമയം തീർന്നു. ഞാൻ ഇവിടെ നിർത്തിയ ബാക്കി നമുക്ക് അടുത്ത ആഴ്ചയിൽ ചിന്തിക്കാം. അപ്പോൾ നമ്മെക്കുറിച്ച് ദൈവം എന്താ ആഗ്രഹിക്കുന്നത്? നാം വിശുദ്ധരായിരിക്കണം. അതിന് ചെയ്യേണ്ട പദം എന്താ? വിശുദ്ധരാകുക എന്നുള്ളത് എളുപ്പമല്ല. അതിനെ കറക്റ്റ് ചെയ്യേണ്ടത് മനസ്സിലും ഹൃദയത്തിലുമാണ്. ഹൃദയം കപടമുള്ളതാണ്, എല്ലായ്പ്പോഴും ദോഷം ചിന്തിക്കുന്നത്, അതിൽ നിന്ന് വരുന്നത് മോശമായിട്ടുള്ളതാണ്. മനസ്സ് പിശാചിന്റെ ഒരു സങ്കേതം പോലെ നമ്മളിൽ കൂടെ എന്ത് കാര്യം ചിന്തിപ്പിക്കുന്ന ഒരു പ്രവൃത്തിയാണ്. അതുകൊണ്ട് മനസ്സ് കർത്താവിന്റെ അനുരൂപമായി നാം രൂപാന്തരപ്പെടുത്തണം. അപ്പോൾ കർത്താവിന്റെ ആറ്റിറ്റ്യൂഡ് ഉണ്ടാവും. അപ്പോൾ കർത്താവിനെ ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റും. അന്നേരം കർത്താവിനെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് ഹൃദയത്തിൽ വായിക്കുവാൻ സാധിക്കും. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ്. വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടത് നമ്മെ ലോകസ്ഥാപനത്തിലൂടെ ദൈവം തരും. ഇവിടെ നമ്മെ വിശുദ്ധരും നിഷ്കളങ്കരുമായി ഇരിക്കേണ്ടതിനെ കർത്താവ് നമ്മെ
പുതിയ സൃഷ്ടിയാക്കി മാറ്റുന്നു. പഴയത് കഴിഞ്ഞു പോകണം, പുതിയത് സാക്ഷാൽ വന്നിരിക്കുന്നു. ഇതാണ് ദൈവമക്കളെ കുറിച്ചുള്ളത്. നാം സാധാരണക്കാരായിരുന്നു, കോമൺ ആയിരുന്നു, പ്രൊഫൈൻ ആയിരുന്നു. എന്നാൽ അതിനെ ദൈവം ലോകത്തിൽ നിന്ന് തെരഞ്ഞെടുത്തു, പാപത്തിൽ നിന്ന് മാറ്റി ദൈവത്തിന് വേണ്ടി പ്രതിഷ്ഠിച്ചു. അതാണ് യഥാർത്ഥ വിശുദ്ധി, സെപ്പറേഷൻ. ദൈവിക പദ്ധതിക്ക് വേണ്ടി നമ്മെ മാറ്റിവെച്ചു. നമ്മുടെ ഉള്ളിൽ വിശുദ്ധവും നീതിയും സത്യവും ഘനവും നിർമ്മലമായത്, രമ്യമായത്, സകീർത്തിയായത്, പുകഴ്ചയായത് ഉണ്ടാകത്തക്ക രീതിയിൽ നമ്മെ ആക്കി തീർത്തിരിക്കുന്നു. ആ അകത്തെ മനുഷ്യന്റെ സൗന്ദര്യമാണ് കർത്താവ് കാണുന്നത്, അല്ല പുറത്തുള്ള വെയിറ്റല്ല, പുറത്തുള്ള സൗന്ദര്യമല്ല. അപ്പോൾ ഇന്ന് പകൽക്കാലം നാം ദൈവസന്നിധാനത്തിലായിരിക്കുമ്പോൾ, നാം വിശുദ്ധരായി ദൈവം പ്രഖ്യാപിച്ചിരിക്കുമ്പോൾ, ആ സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്യുവാൻ നമ്മുടെ ക്രമീകരണങ്ങളെ കുറിച്ചാണ് ഞാൻ ഇവിടെ ചിന്തിക്കുവാനായി താല്പര്യപ്പെട്ടതും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് ഒരു നിമിഷം നോക്കാം. ഇന്ന് രാവിലെ നാം ആരാധിക്കാൻ വന്നിരിക്കുമ്പോൾ വലിയവനായ ദൈവം, വിശുദ്ധനായ ദൈവം,